വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും യേശുനാമത്തിൽ ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം അത്ഭുതങ്ങളുടെ ദൈവം എന്നതാണ്. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനമാകട്ടെ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 11-ാം തിരുവചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതമായിരിക്കുന്നു. ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ കൂടെ ഒരു ടൂർ വന്നിരുന്ന, ഏറെ ദൈവഭയമുള്ള, ദൈവത്തോട് ചേർന്ന് നിന്നിരുന്ന 68 വയസ്സ് പ്രായമുള്ള ഒരു ടീച്ചർ കഴിഞ്ഞ ദിവസം എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. വളരെ വിരളമായി മാത്രമേ ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. എങ്കിലും സംസാരിക്കുമ്പോൾ ഏറെ ആത്മീയ പ്രചോദകമായ കാര്യങ്ങൾ ടീച്ചർ സംസാരിക്കാറുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഈ ടീച്ചർ പറയുകയാണ്, 1 മാസം മുമ്പ് പെട്ടെന്ന് തലച്ചോറിൻ്റെ ഒരു ഞരമ്പ് പൊട്ടി ഈ ടീച്ചർ അബോധാവസ്ഥയിലാവുകയും കൂടെ ഉണ്ടായിരുന്ന 70-കാരനായ ഭർത്താവ് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വളരെ ഏറെ വിഷമിച്ച ഒരു സമയം, കറക്റ്റ് ആ നിമിഷത്തിൽ തന്നെ അടുത്ത വീട്ടിലെ ഒരു സ്നേഹിതൻ ഇദ്ദേഹത്തെ ഫോൺ ചെയ്യുകയും ഈ ടീച്ചറിൻ്റെ ഭർത്താവാകട്ടെ ആരെ വിളിക്കണം, മക്കളെല്ലാം വിദേശത്താണ്, ആരെ വിളിക്കണം എന്ന് വിചാരിച്ച് ഡയറിയിൽ നമ്പറുകൾ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് കറക്റ്റ് സമയത്ത് ഒരു ഫോൺ കോൾ വരികയും ഒന്ന് പെട്ടെന്ന് വരണം, ഇങ്ങനെ ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറയുകയും 10 മിനിറ്റിനകം ഏറ്റവും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ടീച്ചറെ എത്തിക്കാനും സാധിച്ചു. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഒട്ടും ആശാവഹമായ ഒരു അവസ്ഥയായിരുന്നില്ല ടീച്ചറിൻ്റേത്. ടീച്ചറിനെ ICUയിലോട്ട് കടത്തി എത്രയും പെട്ടെന്ന് ഈ രക്തക്കുഴൽ പൊട്ടിയതിൻ്റെ ബ്ലഡെല്ലാം തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പടർന്നിരിക്കുന്നുവെന്നും അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നും അതിന് ഏകദേശം 7 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ശസ്ത്രക്രിയ ആവശ്യമായി വരുമെന്നും ആശുപത്രിയിൽ നിന്ന് അറിയിക്കുകയുണ്ടായി. വളരെയേറെ രോഗ അവസ്ഥകളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ടീച്ചറിൻ്റെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്ങാൻ വയ്യാത്ത ഒരു ആഘാതമായി പോയി. എങ്കിലും നേരത്തെ ഫോൺ ചെയ്ത സ്നേഹിതനും കുടുംബവും അവരുടെ കൂടെ ഫുൾ ടൈം രാത്രിയിൽ അവിടെ ഉണ്ടായിരിക്കുകയും വളരെ സുപ്രധാനമായ ശസ്ത്രക്രിയ അർജൻറ്റായിട്ട് നടക്കേണ്ടത് ആവശ്യമായി വരികയാൽ ആ സമയം അത്രയും അവിടെ ചിലവഴിക്കുകയും ചെയ്യുകയുണ്ടായി. പൈസ കെട്ടിവെക്കണമായിരുന്നു. ATM കാർഡൊന്നും ഉപയോഗിക്കാൻ ഈ ടീച്ചറിൻ്റെ ഹസ്ബൻഡിന് അത്ര എക്സ്പേർട്ട് അല്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സുഹൃത്ത് എല്ലാ കാര്യവും അവരവരുടെ മകന്, കുടുംബവും എല്ലാം ഒപ്പം നിന്ന് പൈസയുടെ ആവശ്യങ്ങൾ ധൈര്യം കൊടുക്കേണ്ട ഒരവസ്ഥയിൽ ധൈര്യം കൊടുക്കൽ, ഡോക്ടർമാരുമായിട്ട് സംസാരിക്കൽ, അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷന് നല്ല ബുദ്ധിയോടെ അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ആ വിവരങ്ങൾ വിദേശത്തുള്ള മക്കളിലേക്ക് കൈമാറുകയും ഒക്കെ ചെയ്യാൻ ഈ ഒരു കുടുംബത്തെ മൊത്തമായിട്ട് ആ രാത്രിയിൽ അവിടെ ലഭിക്കുകയുണ്ടായി. മാത്രമല്ല സാറിൻ്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ട
2 കുടുംബങ്ങൾ പിറ്റേ ദിവസം രാവിലെ വന്നെത്തുന്നത് വരെ ഇവരുമായിട്ട് അത്ര വലിയ അടുപ്പത്തിലൊന്നും അല്ലായിരുന്നു എങ്കിൽ കൂടെ സ്നേഹിതരായിരുന്ന ഈ കുടുംബം 75% ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്ത് നിർവഹിച്ചു എന്നത് അത്ഭുതമായി തന്നെ ടീച്ചറിന് തോന്നി എന്ന് പറഞ്ഞു. അതിലും പ്രധാനപ്പെട്ട കാര്യമാണ്, 2ാമത്തെ ദിവസം ICUവിൽ ടീച്ചർ കിടക്കുകയാണ്. മയക്കമെല്ലാം കൊടുത്തിട്ടേക്കുന്നതിനാൽ ശരിക്കുമുള്ള ബോധമുണ്ടോ, എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ, ഇതൊന്നും അറിഞ്ഞുകൂടാ. ഡോക്ടർമാർ വന്ന് വിളിക്കുന്നത് ഉള്ളിൽ അറിയാമെങ്കിലും തിരിച്ചതിനോടൊന്ന് പ്രതികരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു ടീച്ചർ. എന്നാൽ ഒരുപാട് പേര് ഈ ടീച്ചർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഈ ടീച്ചർ പറയുകയാണ്, എനിക്ക് കൃത്യം ഓർമ്മയുണ്ട്, എൻ്റെ കണ്ണുകളിൽ ആരോ തൊടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് കണ്ണ് വലിച്ച് തുറന്നു നോക്കിയപ്പോൾ വെള്ള ഉടുപ്പും ചുവപ്പ് ഷാളും ധരിച്ച യേശുവിൻ്റെ രൂപം ടീച്ചർ വ്യക്തമായിട്ട് കാണുകയും യേശുവിൻ്റെ കൈയാണ് കണ്ണിൽ തൊട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവുകയും ചെയ്തു എന്നാണ് ടീച്ചർ പറയുന്നത്. നാം കാണാത്ത ഒരു കാര്യമാകയാലും ടീച്ചർക്ക് വളരെ കൃത്യമായിട്ട് കണ്ടു എന്ന് പറഞ്ഞതിനാലും പതിയെ കൈകാലുകൾ ചലിപ്പിക്കാനായി തുടങ്ങി. ടീച്ചർ കുറച്ചും കൂടെ നല്ല ഒരു സുഖകരമായ അവസ്ഥയിലേക്ക് അന്ന് രാവിലെ എല്ലാവരും പരിശോധനയ്ക്കായി വന്നപ്പോൾ എത്തുകയും പേര് വിളിച്ച ഉടൻ കണ്ണു തുറക്കുകയും വെന്റിലേറ്ററിലായതിനാൽ മാത്രം സംസാരിക്കാൻ സാധിക്കാതെ വരികയും യേശുവിനെ നേരിൽ കണ്ട ഈ അനുഭവം ഒന്ന് പറയാനുള്ള തത്രപ്പാടിൽ വെന്റിലേറ്ററിനോട് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് അവർ മനസ്സിലാക്കുകയും പതിയെ അന്ന് കുറച്ച് സമയത്തേക്ക് വെന്റിലേറ്റർ മാറ്റുകയും ചെയ്തു. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, ടീച്ചറുടെ സ്ഥിതിയിൽ വന്ന മാറ്റം അത്ഭുതകരമായ മാറ്റമായിരുന്നു. അടുത്ത ദിവസം തന്നെ ടീച്ചറെ അവിടെ നിന്ന് ഓക്സിജൻ സഹായത്തോടെ മാത്രം റൂമിലേക്ക് മാറ്റാനിടയായി. ഒരാഴ്ച തികയുന്നതിന് ഒരു ദിവസം മുൻപ് ടീച്ചർ റിട്ടയർ ചെയ്ത് ഡിസ്ചാർജായി വീട്ടിലെത്തുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, മെഡിക്കൽ സയൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതൊന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചാൽ ഇത് ഒട്ടും സാധ്യമല്ലാത്ത ഒരു കാര്യമാണെന്നും ടീച്ചർ കണ്ടതും അനുഭവിച്ചതും എല്ലാം സത്യമാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് അങ്ങോട്ടുണ്ടായ മാറ്റങ്ങളെല്ലാം. 80% സാധ്യത സുഖം പ്രാപിക്കുന്നതിന് കുറവാണ് എന്ന് സമ്മതപത്രം എഴുതി ഒപ്പിട്ടതിന് ശേഷമാണ് ഈ ഓപ്പറേഷൻ ചെയ്യുകയുണ്ടായത്. എന്നാൽ 100% സൗഖ്യത്തോടെ ടീച്ചർ ഡിസ്ചാർജായി വീട്ടിലെത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് ചെറിയ തലവേദനകൾ ഇടയ്ക്കുണ്ടാകും എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നേരിട്ട് ഫോണിൽ വിളിച്ച് എന്നോട് ഈ കാര്യം പറയുകയും ചെയ്തു. ടീച്ചറിൻ്റെ ഭാഷയിൽ അധികം പേരും ഞാൻ സ്വപ്നം കണ്ടതായിരിക്കാമെന്നും ഞാൻ പറയുന്നത് അവ്യക്തതയായിരിക്കാമെന്നും മരുന്നുകളുടെ ഇഫക്റ്റിൽ പറയുന്നതായിരിക്കാമെന്നും ഇപ്പോഴും പറയുന്നത് എൻ്റെ ചെവികളിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് പറയാൻ പറ്റുന്ന ആളോട് പറഞ്ഞാൽ വിശ്വസിക്കുമല്ലോ എന്ന് കരുതിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ അത്ഭുതം എന്ന് കരുതുന്ന ഈ സംഭവം നിങ്ങളൊക്കെയുമായി പങ്കുവയ്ക്കുന്നത് എന്നാണ് ടീച്ചർ പറയുന്നത്. മാത്രമല്ല, വീട്ടിൽ വന്ന അന്ന് തന്നെ ഒരു പുരോഹിതനെ വീട്ടിൽ വരുത്തി കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു. ടീച്ചറിൻ്റെ ഭാഷയിൽ അതാണ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. നടക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഇപ്പോൾ ടീച്ചർക്ക് അനുഭവപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഇവിടെ മാംസം ധരിച്ചിരിക്കുകയാണ്. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് വിസ്മയാവഹമാണ്. കർത്താവിൻ്റെ പ്രവൃത്തികളെപ്പറ്റി നമുക്കൊന്ന് കടന്നു ചെന്ന് ധ്യാനിക്കാം. അതുമായി ബന്ധപ്പെട്ട വചനങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇന്നത്തെ ഈ ഒരു സെഷൻ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വചനങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്.
ഒന്ന്, ഈ അത്ഭുത പ്രവർത്തനങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ്? രണ്ട്, എത്രയേറെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടും അതിൻ്റെ ഫലം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതുമായി ബന്ധപ്പെട്ട വചനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ഉൽപ്പത്തി 2-ാം അധ്യായം 3-ാം വചനം ഇങ്ങനെ പറയുന്നു: സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്നും വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ദൈവപ്രവൃത്തികളുടെ ഒരു സീരീസ് തന്നെയാണ് സൃഷ്ടികർമ്മത്തിൽ നാം കാണാൻ സാധിക്കുന്നത്. എത്രയേറെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും സംഭവിച്ചാൽ ആ സമയം ദൈവത്തിനോടൊന്ന് നന്ദി പറഞ്ഞിട്ട് സ്തുതിച്ചിട്ട് വീണ്ടും ഇതെല്ലാം യാദൃച്ഛികമായിരുന്നില്ലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ച എത്രയോ അവസരങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 10-ാം വചനം മോശയോട് കർത്താവ് വളരെ വ്യക്തമായിട്ട് അരുളി ചെയ്യുകയാണ്. അവിടുന്ന് അരുളി ചെയ്തു: ലോകത്തിലൊരിടത്തും ഒരു ജനതകളുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും. നിനക്ക് വേണ്ടി മറ്റൊരു ജനതയും അനുഗ്രഹിച്ചിട്ടില്ലാത്ത രീതിയിൽ ഈ ജനത അനുഗ്രഹം കൈപ്പറ്റും. പ്രിയപ്പെട്ടവരെ, വളരെയേറെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ് നാം എന്നതിനാൽ ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച അതേ അനുഗ്രഹങ്ങളുടെ ഒരു തോരാമഴ പോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് വരെ നടന്നിട്ടുണ്ട് എന്ന് ചിന്തിച്ചാൽ എല്ലാം ദൈവപ്രവൃത്തിയാണ് എന്നതിന് എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മുടെ പ്രായത്തിലുള്ളവരും നമ്മുടെ വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ എത്തി നിൽക്കുന്ന അവസ്ഥയിലാണോ നാം എത്തി നിൽക്കുന്നത്? നമ്മേക്കാൾ മാനുഷികമായി ചിന്തിച്ചാൽ യോഗ്യരായ എത്രയോ ആളുകൾ നിരയായി നിൽക്കുമ്പോഴാണ് നമ്മുടെ ആരുടെയും മഹത്വമോ അല്ലെങ്കിൽ മഹിമയോ കൊണ്ടല്ല, ദൈവപ്രവൃത്തി നമ്മിൽ പ്രകടമാകുന്നതിനായി ദൈവം നമ്മുടെ ജീവിതത്തിൽ നേരിട്ടിടപെട്ട എത്രയോ അനുഭവങ്ങളിൽ കൂടെ നാം ഇന്നുവരെ കടന്നു വന്നിരിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം 28-ാം വചനം ഇങ്ങനെ പറയുന്നു: ഈ പ്രവൃത്തികൾ ചെയ്യാൻ കർത്താവാണ് എന്നെ നിയോഗിച്ചതെന്നും അവയൊന്നും ഞാൻ സ്വമേധയാ ചെയ്തതല്ലെന്നും ഇതിൽ നിന്ന് നിങ്ങൾ അറിയും. നമുക്കറിയാൻ സാധിക്കും, ഇസ്രായേൽ ജനതയെ സ്വന്തം ജനമാക്കി മാറ്റി, പ്രത്യേകിച്ചും ഈജിപ്തിലൂടെയുള്ള യാത്രയിലും അത് കഴിഞ്ഞുള്ള കാര്യങ്ങളിലും എല്ലാം പലരിൽ കൂടെയും ദൈവം പ്രവർത്തിച്ചു എന്നതാണ് സത്യം. അതോരോന്നും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തന്നെയായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിയമാവർത്തന പുസ്തകം 3-ാം അധ്യായം 24-ാം വചനം ഇങ്ങനെ പറയുന്നു: ദൈവമായ കർത്താവേ, അങ്ങയുടെ മഹത്വവും ശക്തമായ കരവും അവിടുത്തെ ദാസനെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നല്ലോ. ഇപ്രകാരം ശക്തമായ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന ദൈവം അങ്ങേപോലെ സ്വർഗത്തിലും ഭൂമിയിലും വേറെ ആരുള്ളൂ? ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും നാം കാണുമ്പോഴും നമ്മുടെ ഭാവം ഇതായിരിക്കണം: ദൈവമേ, അങ്ങേക്ക് മാത്രമേ ഇത്ര ശക്തിയായ പ്രവൃത്തികൾ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വീണ്ടും നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായം 21-ാം വചനം: അവിടുന്നാണ് നിങ്ങളുടെ അഭിമാനം. നിങ്ങളുടെ കണ്ണുകൾ കണ്ടിട്ടുള്ള മഹത്തും ഭയങ്കരവുമായ ഈ പ്രവൃത്തികൾ നിങ്ങൾക്കായി ചെയ്ത നിങ്ങളുടെ ദൈവമാണ് അവിടുന്ന്. ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും പ്രാഭവവും വെളിപ്പെടുത്തുന്ന എത്രയോ അനുഭവങ്ങളിലൂടെയാണ് നാം കടന്നു പോന്നിട്ടുള്ളത്. ഓരോ ധ്യാന കേന്ദ്രങ്ങളിലും ധ്യാനങ്ങളുടെ സമയത്തും അത്ഭുതങ്ങളുടെ പെരുമഴ വർഷിക്കുമ്പോഴും ദൈവമാണ് ഈ പ്രവൃത്തികളെല്ലാം നിർവഹിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 4-ാം തിരുവചനം
ഇങ്ങനെ പറയുന്നു: കർത്താവ് പാറയാകുന്നു, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും വഴികൾ നീതിയുക്തവുമാണ്. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന സർവരുടെയും മേൽ അടയാളങ്ങളും അത്ഭുതങ്ങളും യഥാസമയം കർത്താവ് വർഷിക്കും എന്നതിൽ സംശയമുണ്ടോ? 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 8-ാം വചനം ഇങ്ങനെ പറയുന്നു: കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ പ്രഘോഷിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ചെറുതും വലുതുമായ അനേകം അത്ഭുതങ്ങളുടെ സാക്ഷികളായി നാം മാറണം. ചെറിയ സമൂഹത്തിലും വലിയ സമൂഹത്തിലും, ഇതൊന്നും വേണ്ട, നമ്മുടെ കുടുംബത്തിലും കർത്താവ് ഓരോ ദിവസവും ചെയ്യുന്ന അത്ഭുതങ്ങൾ പ്രഘോഷിക്കാൻ നമുക്കാകണം. അതല്ലേ ഹൃദയത്തിൽ നിന്നുള്ള നമ്മുടെ നന്ദി നിറഞ്ഞ പെരുമാറ്റം. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വചനം. നമുക്കറിയാം, തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിയാസിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു ദൈവദൂതൻ തന്നെ ദൈവത്തിനു വേണ്ടി എന്തെല്ലാം പ്രവൃത്തികൾ അത്ഭുതകരമായി ചെയ്തുവെന്ന്. അപ്പം ഈ വചനം 3-ാം അധ്യായം 2-ാം വചനം ഇങ്ങനെ പറയുന്നു: കർത്താവേ, അങ്ങ് നീതിമാനാണ്, അങ്ങയുടെ പ്രവൃത്തികളും മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. അവരേറ്റു പറയുകയാണ്, ഒരു ദൈവഭക്തന് ഇങ്ങനെ അല്ലാതെ ഏത് രീതിയിലാണ് ഓരോ അത്ഭുതങ്ങൾ കാണുമ്പോഴും പ്രതികരിക്കാനാവുക? തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 7-ാം തിരുവചനം: ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. ദൈവം നമുക്കായി ചെയ്ത അനുഗ്രഹങ്ങളെ നാം ഒരിക്കലും ഒതുക്കി വയ്ക്കാൻ പാടില്ല. മറ്റൊരാളെ വിശ്വാസത്തിലേക്കും അടിയുറച്ച ദൈവഭക്തിയിലേക്കും നയിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും കാരണമാകണം. ജോബിൻ്റെ പുസ്തകം 37-ാം അധ്യായം 7-ാം വചനം ഇങ്ങനെ പറയുന്നു: തൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി എല്ലാവരും ഗ്രഹിക്കേണ്ടതിന് അവിടുന്ന് മനുഷ്യപ്രയത്നത്തിന് മുദ്ര വയ്ക്കുന്നു. കർത്തൃപ്രവൃത്തിയാണ് മനുഷ്യപ്രവൃത്തിക്ക് മുകളിൽ നിൽക്കുന്നതെന്നും അതിന് കാരണമാകുന്നതെന്നും നാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചില പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിനൊരു ഫലം കിട്ടാതെ പോകുന്നത്. നാമല്ല, കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ചില കാര്യങ്ങൾ ദൈവം ചെയ്യുന്നത് നാം മനസ്സിലാക്കുകയുള്ളൂ. ഏറെ പ്രശസ്തനായ ഒരു ധ്യാനഗുരു, അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് കേട്ട ഏതാനും വചനങ്ങൾ ഓർമ്മയിലേക്ക് വരികയാണ്. 10 പേർ പ്രാർത്ഥിക്കാനായി വരുന്നുണ്ടാവും. അതിൽ 4 പേർക്ക് അല്ലെങ്കിൽ 6 പേർക്കായിരിക്കും അത്ഭുതങ്ങൾ സംഭവിക്കുക, രോഗശാന്തി സംഭവിക്കുക. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: ഞാനൊരു ഉപകരണം മാത്രമാണ്. കർത്താവ് ഈ സുഖം പ്രാപിക്കുന്ന വ്യക്തികളുമായിട്ടാണ് നേരിട്ട് പ്രവർത്തിക്കുന്നത്. അതിനുള്ള ഉപകരണം മാത്രമേ ബാക്കിയുള്ളവർ ആകുന്നുള്ളൂ. അവരുടെ മാനസികാവസ്ഥ കർത്താവ് കാണുന്നു, കർത്താവ് ഈ ഉപകരണത്തിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ആധ്യാത്മിക സത്യം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനം 9:11 11-ാം വചനം ഇങ്ങനെ പറയുന്നു: സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രം ആലപിക്കുവിൻ, അവിടുത്തെ പ്രവൃത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. ചെറിയ ഒരു ഗ്രൂപ്പാണെങ്കിലും വലിയ ഗ്രൂപ്പാണെങ്കിലും ദൈവപ്രവൃത്തികളെ പ്രഘോഷിക്കാനുള്ള ഒരു അവസരം നാം വിനിയോഗിക്കുക തന്നെ വേണം. സങ്കീർത്തനങ്ങൾ 26:7 ഇങ്ങനെ പറയുന്നു: ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാ സ്തോത്രം ആലപിക്കുന്നു, അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവൃത്തികളെയും ഞാൻ പ്രഘോഷിക്കുന്നു. ഇതേ അർത്ഥം തന്നെയാണ് ഈ വചനവും നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നത്. സങ്കീർത്തനം 28:5-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെയും കരവേലകളെയും പരിഗണിച്ചില്ല, അതുകൊണ്ട് അവിടുന്ന് അവരെ ഇടിച്ചു നിരത്തും. ഓരോ അത്ഭുതവും ഓരോ അടയാളവും നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചതിന് ശേഷം എത്ര നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നാം ദൈവത്തെ സ്തുതിക്കുകയും ആ അനുഗ്രഹങ്ങളെ പ്രഘോഷിക്കുകയും വേണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. എത്രയോ അനുഗ്രഹങ്ങൾ കൈപ്പറ്റിയിട്ടും
അതെല്ലാം നമ്മുടെ കഴിവുകൊണ്ട് ഉണ്ടായതാണ് എന്ന മട്ടിൽ മേലിൽ നമുക്ക് പ്രവർത്തിക്കാതിരിക്കാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. വീണ്ടും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 33 അധ്യായം 4 തിരുവചനം. കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. വിശ്വാസത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്നതാണ് കർത്താവിൻ്റെ ഓരോ പ്രവൃത്തിയും. സങ്കീർത്തനങ്ങൾ 44 1 തിരുവചനം ഇങ്ങനെ പറയുന്നു: ദൈവമേ, പൂർവകാലങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അങ്ങ് ചെയ്ത പ്രവൃത്തികൾ അവർ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്, അത് ഞങ്ങൾ കേട്ടിട്ടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, കുടുംബമായി തലമുറയായി ലഭിച്ച എല്ലാ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അടുത്ത തലമുറയ്ക്ക് നാം വിവരിച്ചു കൊടുക്കുക തന്നെ വേണം. അത് കേൾക്കുന്ന മക്കൾ തങ്ങളുടെ പൂർവ്വ മാതാപിതാക്കൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അവരെങ്ങനെയാണ് ദൈവത്തോട് വിശ്വസ്തരായിരുന്നതെന്നും മനസ്സിലാക്കി അതേ പാരമ്പര്യത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോരാനായി ഇതെല്ലാം അടുത്ത തലമുറയ്ക്ക് ഏറെ വിശദമായി നാം വിവരിച്ചു കൊടുക്കുക തന്നെ വേണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 66 അധ്യായം 3-5 തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നു: ദൈവമേ, അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം! അങ്ങയുടെ ശക്തി പ്രഭാവത്താൽ ശത്രുക്കൾ അങ്ങേക്ക് കീഴടങ്ങും. വെള്ളം നമ്മെ മുക്കി താഴ്ത്താനായി വരുമ്പോഴും അഗ്നി നമ്മെ ദഹിപ്പിക്കാനായി വരുമ്പോഴും അഗ്നി പരീക്ഷകൾ നാം അതിജീവിക്കുമ്പോഴും എത്ര അത്ഭുതകരമായാണ് ശത്രുക്കൾ ദൈവത്തിന് കീഴടങ്ങി നാം ആ പ്രതിസന്ധിയിൽ നിന്ന് ഇന്ന് വരെ രക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. സങ്കീർത്തനം 143 5 തിരുവചനം ഇങ്ങനെ പറയുന്നു: കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു, അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും മഹനീയമാണ്. നാം പ്രതീക്ഷിക്കുന്നതിൽ നിന്നും നമ്മുടെ അറിവിന് ഏറെ അപ്രാപ്യവുമാണ്. നാം പ്രതീക്ഷിക്കുന്നതിൽ നിന്നും എത്രയോ ഉയരത്തിലാണ് ദൈവത്തിന് നമ്മെ പറ്റിയുള്ള കരുതലും സ്നേഹവും വിശ്വസ്തതയും എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും സഭാപ്രസംഗൻ്റെ പുസ്തകം 7 അധ്യായം 13 വചനം ഇങ്ങനെ പറയുന്നു: ദൈവപ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കൂ, അവിടുന്ന് വളഞ്ഞതായി നിർമ്മിച്ചത് നേരെയാക്കാൻ ആർക്ക് സാധിക്കും? ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത്. നമ്മുടെ കഴിവോ മിടുക്കോ കൊണ്ടല്ല കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് എന്ന് ഈ വചനങ്ങളെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. വീണ്ടും ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 1 അധ്യായം 5 തിരുവചനം: ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം മാംസം ധരിക്കുമാറ് എത്രയോ അനുഗ്രഹങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് വരെ വർഷിക്കപ്പെട്ടിട്ടുള്ളത്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 9 അധ്യായം 3 വചനം. ഏകദേശം നമ്മൾ ഈ സെഷൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. വചനം ഇങ്ങനെ പറയുന്നു: ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ജന്മന അന്ധനായിട്ടുള്ള വ്യക്തിയുടെ കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തി പ്രകടമാകേണ്ട ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുകയും വിശ്വസ്തയോടെ ദൈവകൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയും ഇവയെല്ലാം അടുത്ത തലമുറയുടെ വിശ്വാസ സംരക്ഷണത്തിനായി ദൈവത്തിൽ ശക്തമായി ആശ്രയിക്കുന്നതിനായി അവരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യണം. നമുക്ക് കേട്ട വചനങ്ങളെല്ലാം ഒന്നുകൂടെ മനസ്സിൽ ധ്യാനിക്കാം. നമ്മളുടെ ജീവിതത്തിൽ വർഷിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു അത്ഭുതത്തെ പറ്റി ഈ സമയം നമുക്കൊന്ന് ഓർത്തെടുത്ത് ദൈവത്തിന് കോടാനുകോടി നന്ദി കരയറ്റാം. ഈ വചനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ
കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും ലഭിച്ച് ദൈവത്തോട് വിശ്വസ്തരായി ദൈവത്തിൻ്റെ സാക്ഷികളായി മുന്നോട്ട് നീങ്ങാനായി നമ്മെ ഈ വചനഭാഗങ്ങൾ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വർഷിച്ച വലുതും ചെറുതുമായ എല്ലാ അത്ഭുതങ്ങളെ പ്രതിയും അനുഗ്രഹങ്ങളെ പ്രതിയും കർത്താവെ അങ്ങേക്ക് കൊടാനുകോടി നന്ദി കരയറ്റുന്നു. ഈശോയെ, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. അങ്ങ് ചെയ്തതല്ലാതെ, അങ്ങ് തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ ആരുമില്ല. യേശുവെ, ഈ സമയം ഞങ്ങളത് ഏറ്റു പറയുന്നു. കർത്താവെ, ഒരുപാട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടും താൽക്കാലികമായി അങ്ങിൽ ആശ്രയിച്ച് അതിനെല്ലാം വ്യതിചലിച്ച് കഴിയുന്ന ഒരുപാട് മക്കളെ കർത്താവെ അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, എത്ര അത്ഭുതകരമായ രീതിയിലാണ് മറ്റുള്ളവർക്ക് ലഭിക്കാത്ത എത്രയോ കാര്യങ്ങളാണ് ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലഭിച്ച എല്ലാ രോഗസൗഖ്യങ്ങൾക്കായും കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കർത്താവെ രോഗാവസ്ഥയിലാണെങ്കിൽ, നിരാശയിലും ദുഃഖത്തിലും കഴിയുന്നതാണെങ്കിൽ കർത്താവെ അങ്ങേക്ക് അത്ഭുതം പ്രവർത്തിക്കാനായി വിസ്മയാവഹമായ വഴികളുണ്ടല്ലോ ദൈവമേ. മനുഷ്യർക്ക് വിസ്മയകരങ്ങളായ കാര്യങ്ങൾ നിർവഹിക്കാൻ അങ്ങേക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവെ, ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും നിത്യജീവനിലേക്കുള്ള വഴികളാക്കി മാറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അങ്ങിലേക്ക് കൂടുതൽ ഞങ്ങളെയും അതുപോലെ ഞങ്ങളുടെ സാക്ഷ്യത്താൽ മറ്റുള്ളവരെയും അടുപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുന്നു. അമ്മേ മാതാവേ, അത്ഭുതങ്ങളുടെ ആരംഭം അങ്ങയുടെ മധ്യസ്ഥത്തിൽ നിന്നായിരുന്നുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദാനങ്ങളും പ്രത്യേകിച്ച് നിത്യജീവനും നേടാനായി അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സകല മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, ആരാധന. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.